ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷ സ്പൈസി ഫെസ്റ്റിവലിലെ പുതിയൊരു ഓണം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ചേന ഒരു കപ്പ് ഏത്തക്കായ ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഞുറുക്കി വെച്ചിരിക്കുന്ന ചേനയും ആ ഒരു ഏത്തക്കായ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എരിവിൻ്റെ ടേസ്റ്റ് വരുന്നത് കുരുമുളകിൻ്റെ ആണ് കേട്ടോ. അതിനാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഈ ഒരു ചേനയും ഏത്തക്കായ ഒന്ന് കുക്ക് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 4 to 5 ടേബിൾ സ്പൂണ് നമ്മുടെ ഫ്രഷായിട്ട് ചിരകിയ നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഏത്തക്കായും ചേനയും ഒന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ കറുത്ത കടല ഞാൻ നന്നായിട്ട് കുക്കറിൽ ഒരു 1/2 കപ്പോളം കടല തലേദിവസം രാത്രി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചേനയും ഏത്തക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ അരപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ആ ഒരു അരപ്പെല്ലാം നന്നായിട്ട് യോജിച്ച രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൂട്ടുകറി ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് അധികം വേവാത്ത കടലയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഞാൻ ചേർത്തിട്ടില്ല ഈ സമയത്ത്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് അടുത്ത അടുപ്പത്തിലോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കടായി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ചേനയും കാച്ചിലും അരിപ്പ് ഏകദേശം ഒന്ന് മിക്സായി വരുന്ന സമയം വരെ നമുക്ക് തേങ്ങ അതായത് നാളികേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കടായിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 2 വത്തൽമുളക് നമുക്ക് ഇത് ഞുറുക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വത്തലുമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രഷായിട്ട് ചെറിയ നാളികേരം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടായി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്ത് ആ ഒരു ചേനയും ഏത്തയ്ക്കുള്ള കടായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു അരപ്പെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ആവുന്ന രീതിയിൽ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് നമ്മുടെ കടല ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കടല ആവശ്യത്തിനനുസരിച്ച് ഞാനൊരു 1/2 കപ്പ് കടലയായിരുന്നു വേവിച്ച് വെച്ചിരുന്നത്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കടലയിലോട്ടും എല്ലാ ഭാഗത്തും ആ നാളികേരത്തിൻ്റെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. ഞാൻ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.